സന്തോഷം തോന്നി. ഉപ്പ ഒരുപാട് പേർക്ക് ഉപ്പ മാതൃകയാകുന്നതൊക്കെ കണ്ടപ്പം സാധാരണക്കാരായൊരു മനുഷ്യരാണ് നമ്മളും. അപ്പം ഉപ്പൻ്റെ ഈ നല്ല പ്രവൃത്തിയിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കഅബയിൽ പോയിട്ട് തവാഫ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തവാഫ് ഉണ്ട്, അതായത് പ്രദക്ഷിണം വെക്കാൻ. അത് ഇവിടെ നടത്താനുള്ള ഒരു ഭാഗം കൊണ്ട് തീരെ സ്ഥലമില്ല റസാഖ്. അതുകൊണ്ട് അതിനുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം എന്നാണ്. അറിഞ്ഞോ അറിയാതെയോ നിരവധി സേവനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് റസാഖ്. വേറൊരു പ്രത്യേകത കൂടി പറയാനുള്ള എന്താ വെച്ചാൽ, അവരുടെ ഫാദർ ഇത് വില കൊടുത്ത് വാങ്ങിയാണ്. അന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭൂമിയും വില കൊടുത്ത് വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി അങ്ങനെ തന്നെ, ക്ഷേത്രം അങ്ങനെ തന്നെ നിർത്തി, പൊളിച്ചൊന്നും കളഞ്ഞില്ല. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മനസ്സിൽ കറകളഞ്ഞ, അതല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് കയറുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിവിടെ വരാനുണ്ടായ കാരണം, ഈ നിൽക്കുന്ന ഈ അമ്പലം കണ്ടോ, എൻ്റെ ബാക്കിലുണ്ട് ഈ അമ്പലം. ഈ അമ്പലത്തിന് അവരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട സ്ഥലം തികയാതെ വന്നപ്പോൾ ഒരു മുസ്ലിം സുഹൃത്ത് അവർക്ക് നൽകിയ, എന്താ പറയുക, അവർക്ക് ഈ ഒരു അമ്പലത്തിന് വിട്ടു നൽകിയ കുറച്ച് സ്ഥലം, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് കാണിക്കാനും അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ആളുകൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. റസാഖ് എന്ന് പറയുന്ന ഒരാളാണ്, അദ്ദേഹം നമ്മൾ വീഡിയോയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് അമ്പലത്തിൻ്റെ കുറച്ച് കമ്മിറ്റിക്കാരെയും അതോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. എന്താണ് അവർക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു വീഡിയോ സത്യം പറയുക ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താണ്. പറയുമ്പോൾ ഈ വീഡിയോയിൽ മറ്റൊരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് വരുന്നത്. അത് വലിയ സന്തോഷമുണ്ട്. അത് ഈ ഇത്രയും ആൾക്കാർ, നമ്മുടെ ഈ കമ്മിറ്റിക്കാരും റസാഖാന്ന് പറഞ്ഞതാ, ഇവരാണ് ഇത്രയും നേരം പരിചയപ്പെടുത്തി കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഈ സമയത്ത് തന്നെ ഇവിടെ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തിന് പരിചയപ്പെടട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റസാഖാക്ക. അസ്സലാമു അലൈക്കും. അപ്പോൾ റസാഖാക്ക, ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് വളരെ യാദൃശികമായിട്ടാണ്, നമ്മുടെ അടുത്ത പ്രദേശം തന്നെയാണ്, ഞാനും അരീക്കോടാണ്. പക്ഷെ ഇത് വളരെ വൈകിയാണ് നമ്മൾ ഈ ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ ഇതിന്റെ ആ ബാക്കിലുള്ള ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞുതരാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ അമ്പലം ഇങ്ങനെ ചുരുങ്ങിയത് എന്നൊക്കെ? ഇത് ക്ഷേത്ര കമ്മിറ്റി, പിന്നെ ബാലമാഷ ആദ്യത്തെ കമ്മിറ്റിയുടെ ആളായിരുന്നു, ഒരു പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ വേറൊരു കമ്മിറ്റി, പുതിയ ചെറുപ്പക്കാരെ കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ. ഇവർ 1-2 തവണ ആയിട്ട് നമ്മളെ എൻ്റെ അയൽവാസിയും സാമൂഹ്യ പ്രവർത്തനമായ ഇതാൾ അൽജമൽ നാസർ മൂപ്പരെ കഴിക്കാൻ എന്നെ സമീപിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗത്തെ പ്രദക്ഷിണ വഴി കുറച്ചും കൂടെ സ്ഥലം സൗകര്യപ്പെടുത്തി തന്നാൽ നന്നായിരുന്നു. വളരെ കുറവായിരുന്നു, വളരെ ഇടുങ്ങി പോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1 മീറ്റർ സ്ഥലം കൂടെ ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ട് ഇത്രയും നീളത്തിൽ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തെക്കേ ഭാഗത്തുള്ള പ്രദക്ഷിണ വഴി വളരെ സുഖമായി നടത്താൻ കഴിയുന്നുണ്ട്. ഇപ്പം ഇതൊരു മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഭാഗമായിട്ട് ചെയ്താണ്. ഇത് പിന്നെ കാര്യമായിട്ട് ഈ ഭാഗത്ത് വെച്ചാൽ ഇത് സാധാരണ ഇവിടുത്തെ ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ക്ഷേത്രമാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇവരായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും പിന്നെ ഒരു മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു അമ്പലത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരല്ലേ നിൽക്കുന്നൊക്കെ? എല്ലാവരും ഭാരവാഹികളാണ്. നമ്മളെ ബാലമാഷാണ്. ഒരുപാട് കുട്ടികൾക്ക് മാഷായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു രക്ഷകർത്താവായിട്ടല്ലേ എന്നൊരാളാണ്. അങ്ങനത്തെ ഒരാളെ നമ്മൾ ടീച്ചറുമാണ്. അപ്പോൾ മാഷെ, എന്താണ് ഞാൻ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അകലെയെന്നാണ് വരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണം, അങ്ങനെ ഇവിടുത്തെ കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞാനിവിടെ വരിക ചെയ്തത്. ആ വന്ന സമയത്ത് ഇവിടെ വളരെ ചുരുങ്ങിയ സ്ഥലമേ ഉള്ളുവായിരുന്നു. അപ്പോൾ ഇവിടെ പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പുറം ഭാഗത്ത്. അപ്പം അങ്ങനെ ഈ പ്രദക്ഷിണം വഴി കിട്ടണം എന്ന് മനസ്സിൽ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ പൈസ കൊടുത്തിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്നുള്ള രൂപത്തിൽ യാദൃശ്ചികമായിട്ട് അൽജമാൽ നാസർ എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകനുണ്ട്, അദ്ദേഹമാണ് നിൽക്കുന്ന ആളാണ്. അൽജമാൽ നാസർ ഞാനും കൂടി ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങി. ഇവിടുത്തെ ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ പിരിവിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സംഖ്യ അന്ന് പിരിച്ചെടുത്തു ഈ വാർഡിൽ നിന്ന്. ആ സമയത്ത് ഞാൻ അൽജമാൽ നാസറിനോട് പറഞ്ഞു, ഇങ്ങനെ അമ്പലത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അൽജമാൽ നാസറെ, അവിടെ ഒന്ന് പ്രദക്ഷിണം വെക്കാനുള്ള ഒരു വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് പണം കൊടുത്തിട്ടെങ്കിലും അത് വാങ്ങിക്കാം.
അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അൽജമാൽ നാസർ പറഞ്ഞു പണം കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഏതായാലും ഞാൻ സംസാരിക്കട്ടെ, നമ്മുടെ നാട്ടിലല്ലേ, അപ്പോൾ സാധാരണക്കാരായ പിന്നെ ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്, അപ്പം അതുകൊണ്ട് നമുക്ക് റസാക്കാക്കനെ സമീപിച്ചിട്ട് ഇത് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പം അങ്ങനെ 1 വർഷത്തോളമായി. അതിൻ്റെ മുന്നേ സംസാരിച്ചു, അൽജമാൽ നാസർ പോയി സംസാരിച്ചു, ഞാൻ ചെന്നില്ല. ഇനി ഒരു പ്രാവശ്യം ഞാൻ ചെന്നു, പിന്നത്തെ സംസാരത്തിന് ഞാൻ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ യാദൃശ്യമായിട്ട് മൂപ്പര് കണ്ടുമുട്ടുകയും അത് കൊടുക്കാമെന്നുള്ള സമയം ഇത് തരാമെന്നുള്ളതും പെട്ടെന്ന് തന്നെ തീരുമാനമാവുകയും അങ്ങനെ അവിടെ വന്നിട്ട് 1 മീറ്റർ വീതിയിൽ ഒരു 35 മീറ്ററെങ്കിലും ഉണ്ടാവും നീളമെന്ന് എനിക്ക് തോന്നുന്നു. 35 മീറ്റർ നീളം ഉണ്ടാവും. 1 സെൻറ്റിലധികം എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ സെൻറ്റിനൊക്കെ ഒരു 3 ലക്ഷത്തിലധികം വില ഉള്ള ഭൂമിയാണ്. അപ്പം നല്ല ഭൂമിയാണ്, നല്ല തെങ്ങുംതോട്ടം, നല്ല ഭൂമിയാണ്. ഇതിന് വേറൊരു പ്രത്യേകത കൂടി പറയാനുള്ള എന്താ വെച്ചാൽ ഇവരുടെ ഫാദർ ഇത് വില കൊടുത്ത് വാങ്ങിയാണ്. അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയും വില കൊടുത്ത് വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി ക്ഷേത്രം അങ്ങനെ തന്നെ നിർത്തി, പൊളിച്ചൊന്നും കളഞ്ഞില്ല. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ വന്ന കുറേ കമ്മിറ്റികളുണ്ട്. ഇതിൻ്റെ മുന്നേ എൻ്റെ ബാബു ഉണ്ടായിരുന്നു, വിദ്യയുണ്ട്, പിന്നെ അവരൊക്കെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ്. ഡോക്ടർ ശിവശങ്കർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇതിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പുനഃപ്രതിഷ്ഠ ശ്രീകോവിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിലൊക്കെ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റസാഖിന്റെ മക്കളാണ് ഈ കാണുന്നത് കേട്ടോ. ആളെ പോയി പരിചയപ്പെടാം. പേരെന്തിനു? മാസിൻ. ഓക്കെ, എവിടെ? സെൽവ. ആള് മരുമകനാണ് റാഷിദ്. ഓക്കെ, നല്ല സപ്പോർട്ടീവായിട്ടുള്ള 3 ആൾക്കാർ കേട്ടോ. ഇന്ന് ഞാനിവിടെ എന്താ പറയുക, ഇവരെ ഇതിൽ കാണിക്കാനുള്ള മെയിൻ ഒരു കാരണം സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി നമുക്ക് എടുത്ത കാണൂല കേട്ടോ. കാരണം ഒരു മലപ്പുറം ജില്ലക്കാരനായി എന്നുള്ളതിൻ്റെ അപ്പുറം ഇങ്ങനെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം എന്താ പറയുള്ളൂ മോളെ ഉപ്പാൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ? സന്തോഷം തോന്നി. ഉപ്പ ഒരുപാട് പേർക്ക് ഉപ്പ മാതൃകയാകുന്നതൊക്കെ കണ്ടപ്പം. സാധാരണക്കാരായൊരു മനുഷ്യരാണ് നമ്മളും. അപ്പം ഉപ്പൻ്റെ ഈ നല്ല പ്രവൃത്തിയിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സംഗതിയാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു സംഭവം, അതായത് നമ്മുടെ സഹോദര മതങ്ങളിൽ പെടുന്ന ഇങ്ങനെ ഒരു സംഗതി സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ ഫാമിലി ആയിട്ടുള്ള നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് കൊടുത്ത് ഉപ്പാക്കുന്നതാണ്? നമ്മൾക്കതൊരു സന്തോഷം. ഉപ്പാൻ്റെ തീരുമാനത്തിൽ ഞങ്ങൾ 100% ഉപ്പാൻ്റെ കൂടെ സപ്പോർട്ടാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇപ്പോൾ വൈഫ് പറഞ്ഞത് നമ്മൾ കേട്ടു, നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ ഒരു മരുമകൻ നല്ല മകൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ? വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മത സാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും ഭാഗമായിട്ട് ഇത് ചെയ്തതിൽ നമ്മളെല്ലാം അഭിമാനിക്കുന്നുണ്ട്. ഞാനിത് പിന്നെ നമ്മളെ പത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിൽ ഒരു ദിവസം ഞാൻ രാവിലെ മോർണിംഗ് എണീറ്റ സമയത്ത് കണ്ടപ്പോൾ വളരെ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇവരൊക്കെ വിളിച്ചിട്ട് ഞാനിത് പറഞ്ഞു, ഇത് ഇത്രയും വലിയ ന്യൂസായി കേട്ടോ, ഈ ഒരു സംഭവം വളരെ ന്യൂസായി, എല്ലാം ഭയങ്കര പ്രചരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് അന്നത്തെ ദിവസം ആണെങ്കിലും നല്ലൊരു പ്രത്യേകത ഉള്ള ദിവസമായിരുന്നു, ആ പത്രത്തിൽ വന്ന ദിവസവും. അതെ. അപ്പോൾ നമ്മളെ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം കൂടിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഉപ്പാക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരു മലപ്പുറക്കാരനായത് അല്ലേ, മലപ്പുറത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. സൗഹാർദ്ദം വളരെ കുറെ സമയങ്ങളിൽ വിളിച്ചോദിട്ടുണ്ട്. ദിവസമാണ് അന്നും എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. അപ്പൊ ഇനി നമ്മൾ കൂടെ വന്നിട്ടുള്ളത് ഇളയ മോനല്ലേ? പേര് പറഞ്ഞല്ലോ അല്ലേ? പേര് മാസിൻ. എന്താ ചെയ്യണേ? ഞാൻ +1 ആണ്, വായക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഓക്കെ, മാജിക്ക് എന്ത് തോന്നുന്നു ഉപ്പാന്റെ ഈ പ്രവൃത്തിയിൽ? ഉപ്പാന്റെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നുന്നു, പ്രചോദനമാണ്. ഇപ്പൊ എനിക്കും നാട്ടിലുള്ള എല്ലാവർക്കും പ്രചോദനമാണ്. പിന്നെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടിങ് ആണ് അല്ലേ? ഫ്രണ്ട്സ് അറിഞ്ഞിട്ടില്ല സംഗതി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് ഓക്കെയാണ്, അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ ഇത്ര സുഖമുള്ള മറ്റ് ജില്ലകൾ എവിടെയുള്ളത് കാണാൻ വളരെ കുറവാണ്. ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞു, ഇഷ്ടംമാരി ഉണ്ട്, അതില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ സൗഹൃദ ബന്ധം ഇപ്പോൾ ഒക്കെ പോട്ടെ, നമ്മളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഞാനൊരു വ്യക്തി വളരെ ചെറുതാണ്, എത്രയോ ആളുകൾ എന്തെല്ലാം സേവനങ്ങളാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നത്. പല രൂപത്തിലും ചെയ്യുന്നുണ്ട്, പല രൂപത്തിലും പല ആളുകളും ഈ നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ പല രൂപത്തിലും ഉള്ള സേവനങ്ങൾ
പല ഭാഗങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മലപ്പുറം ജില്ല മുന്നിൽ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ട് നിങ്ങൾ ഈ മതിലിങ്ങനെ ഇടിഞ്ഞു പോയത് ഇവിടെ നിന്നുള്ള സ്ഥലം കേട്ടോ. അവർ കൊടുത്തത് എന്ന് പറഞ്ഞത് ഈ തൊടു, ഈ കാണുന്ന ഈ ഒരു സ്ഥലം തൊടു എന്നാണ് നമ്മൾ മലപ്പുറം ജില്ല പറയാം. ഈ തൊടു അവരുടെ സ്ഥലമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം, ഏകദേശം 2 സെൻറ്റോളം സ്ഥലമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതുണ്ടോ, നമ്മുടെ മുസ്ലിങ്ങൾ തവാഫ് ചെയ്യുന്ന പോലെ അവരുടെ കർമ്മത്തിലുള്ള ആ സംഗതി ചെയ്യാൻ നൽകിയ സ്ഥലമാണിത് കേട്ടോ. അപ്പം ഇത്രയും ഭാഗമാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മതിലൊക്കെ അതിൽ ഉൾപ്പെടുന്ന സംഗതിയാണ്. ഇപ്പം ഈ ഒരു അമ്പലത്തിന് പറയും പോലെ തന്നെ നല്ല ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു മതസൗഹാർദ്ദം ഇവിടെ ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. ഇപ്പോൾ കാരണം വെച്ചാൽ ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള വീട്ടുകാർക്കൊക്കെ വളരെയധികം സന്തോഷമാണ് ഈ സംഗതി നടന്നതോടുകൂടി. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ.